നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കിയാലോ? വൈകിട്ട് 4 മണിക്ക് ചായയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് കേട്ടോ അത്. പൊട്ടറ്റോയും കുറച്ച് ബ്രെഡ് ക്രംസും മാത്രം മതി സ്നാക്ക് ഉണ്ടാക്കാൻ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ 4 ചെറിയ പൊട്ടറ്റോയാണ് പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കൂടുതൽ അളവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ പൊട്ടറ്റോ എടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു ചെറിയ അളവിലാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. പൊട്ടറ്റോ ഇപ്പോൾ ഇവിടെ നല്ല പോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കുഞ്ഞ് സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടാണ് ചേർക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ചേർക്കുന്നുണ്ട്. പിന്നെ കളറിന് വേണ്ടി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ വറ്റൽമുളക് ചതച്ചത്, പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് മെയിനായിട്ട് ചേർക്കേണ്ടത് ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ. ഞാനിപ്പോൾ 1/2 കപ്പ് ബ്രെഡ് ക്രംസ് ആണ് ഇതിലോട്ട് ചേർക്കുന്നത്. ഇനിയിപ്പോൾ സാധാരണ ബ്രെഡ് പൊടിച്ചതാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഒരു 1/4 കപ്പൊക്കെ ചേർക്കേണ്ടി വരും ഈ എടുത്ത അളവിനനുസരിച്ച്. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കയ്യിൽ ഇത് കുറേശ്ശെ എടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. നല്ല ഒരു ബോൾസിൻ്റെ ഷേപ്പിലാക്കി എടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ഇനി നമുക്കെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ എടുത്ത അളവിൽ. ഇനി ഇത് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. നല്ല തിക്കും അല്ല നല്ല ലൂസും അല്ലാത്തൊരു ബാറ്ററാണ് ആക്കി എടുക്കേണ്ടത്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ബാറ്ററിന് പകരം ഒരു മുട്ട ബീറ്റ് ചെയ്തത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ വെജിറ്റേറിയൻസിനും കൂടി യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ബാറ്റർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബോൾ ആദ്യം ഈ ബാറ്ററിൽ ഒന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം കുറച്ച് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ ബോൾസും നമുക്ക് ആദ്യം ഇതുപോലെ ഈ ബാറ്ററിലൊന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഇവിടെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നല്ല ചൂടായ എണ്ണയിലോട്ട് ഇട്ട് വേണം അത് ഫ്രൈ ചെയ്യാൻ. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ മതി. കാരണം പൊട്ടറ്റോ ഒക്കെ ആൾറെഡി വെന്തതാണ്. അപ്പോൾ ഇതിൻ്റെ പുറമെ മാത്രം നല്ല പോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇതിപ്പോൾ ഇവിടെ നല്ല പോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള പൊട്ടറ്റോ പോപ്പേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ കുട്ടികളെ കയ്യിലെടുക്കാനൊക്കെ ഇത് മതി കേട്ടോ. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പൊട്ടറ്റോ പോപ്പേഴ്സിൻ്റെ റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമ്മുടെ ഗിവ് അവേയിൽ പങ്കെടുക്കുന്നവർ ഫുൾ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം വേണം കേട്ടോ കമൻറ്റ് ചെയ്യാൻ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കമൻറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വേണം കമൻറ്റ് ചെയ്യാൻ. എന്നാലേ നിങ്ങളുടെ കമൻറ്റ് ഗിവ് അവേയിൽ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്